ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ ഇതുപോലത്തെ പഴുപ്പ് കൂടിയ പഴമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേന്ത്രപ്പഴം മാത്രമല്ല ഏത് പഴം വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ അതിനായിട്ട് 3 പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പഞ്ചസാര എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ശർക്കര എടുക്കാം. ഞാനിവിടെ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എടുക്കാവുന്നതാണ്. പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. ഇതിനി ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോൾ ചൂടാക്കുന്ന സമയത്ത് മാത്രം തീ ഒന്ന് കൂട്ടി വയ്ക്കുക. പഞ്ചസാര നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരണം. ഏകദേശം പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് തീ കുറച്ച് വയ്ക്കുക. കാരമൽ സിറപ്പ് ഒരുപാടങ്ങ് കുക്ക് ചെയ്യാതെ നോക്കണം. അങ്ങനെ അതിനൊരു കയ്പ്പ് രസം വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ പഞ്ചസാര അലിഞ്ഞ ഉടനെ തന്നെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഏകദേശം നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് വീണ്ടും ഒന്ന് കട്ട പിടിക്കും. അത് പിന്നീട് പോലെ തന്നെ കൈവിടാതെ മിക്സ് ചെയ്താൽ അതൊക്കെ അലിഞ്ഞ് കിട്ടും. ഇപ്പോൾ നമ്മുടെ കാരമൽ സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കാരമൽ സിറപ്പ് റെഡിയാക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ഒരുപാടങ്ങ് കഴിക്കും. ഇനി നമുക്കൊരു മിക്സിഡ് ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഴം ചേർക്കാം. ഇതിലോട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇത് നമ്മൾ അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പോൾ നെയ്യൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഈ തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ബ്രൗൺ കളർ വേണമെങ്കിൽ നന്നായിട്ട് തന്നെ ഒന്ന് മുരിച്ചെടുക്കാം. അധികം മൂപ്പിക്കാതെയാണ് എടുക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർക്കാം. കുറച്ച് കിസ്മിസും കാഷ്നട്ടും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർക്കാവുന്നതാണ്. വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. കാഷ്നട്ട് പകരം നമുക്ക് വേണമെങ്കിൽ കപ്പലണ്ടിയും ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള നെയ്യിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഒട്ടും തന്നെ കൂട്ടി വയ്ക്കരുത്. കുറഞ്ഞ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പഴവും അതുപോലെ ഈ ഗോതമ്പൊടിയൊക്കെ ഒന്ന് വെന്ത് വരണം. പിന്നെ ഇതിലേക്ക് ഒരുപാട് നെയ്യൊന്നും ആവശ്യം വരില്ല കേട്ടോ. നമുക്ക് ആകെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് തന്നെ മതിയാവും. അപ്പോൾ നമ്മളിത് നല്ല പോലെ തന്നെ ഇത് മിക്സ് ചെയ്തെടുത്തു. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ചേർന്ന് കിട്ടും. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമൽ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ കാരമൽ സിറപ്പ് ഒഴിക്കാം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ശർക്കര ഉരുക്കി ശർക്കര പാനി ഒഴിച്ചാലും മതി. അപ്പോൾ ഏതാണോ ഇഷ്ടം അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ കാരമൽ സിറപ്പ് ചേർക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ആ സിറപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ ഒരു കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ സിറപ്പ് ഒഴിച്ച് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്യുന്നോറും ഒന്നിങ്ങനെ ചേർന്ന് കിട്ടും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ചേർന്ന് കിട്ടുന്ന ഒരു പരുവുണ്ട്. അതുവരെ ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. മാക്സിമം ഒരു 10 മിനിറ്റ് മതി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഉണ്ടില്ല, നന്നായിട്ടൊന്ന് ചേർന്ന് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേറെ നെയ്യൊന്നും ചേർത്തിട്ടില്ല. ആകെ 2 ടേബിൾ സ്പൂൺ ചേർത്തതേ ഉള്ളൂ. ഇതുപോലെ ചേർന്ന് കിട്ടണം. എല്ലാം കൂടി ഇത് ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ചേർക്കണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് ഒരല്പം നെയ്യ് തടവിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യ് തടവിയ സ്പൂൺ വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് തണുക്കണം. നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട, പുറത്ത് തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് തന്നെ ഇത് സെറ്റായി കിട്ടും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ആയിട്ടുള്ളൂ വെച്ചിട്ട്. കുറച്ചും കൂടി സമയം വെച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. നമുക്കിത് തന്നെ എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്.
കുറച്ചും കൂടി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാരമൽ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ അരിഞ്ഞു പോകാതെ നോക്കണം. അങ്ങനെയാകുമ്പോൾ പിന്നെ ഈ ഹൽവയുടെ ടേസ്റ്റിനെ മാറും, ഒരു കയ്പ്പ് രസം ഫീൽ ചെയ്യും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഒരുപാട് ചേരുവകളും വേണ്ട. കളയാറായ ഏത് തരം പഴം വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, അതേപോലെ നല്ല സോഫ്റ്റുമാണ്. ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്